ഹലോ, ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ലൊരു ഇടിച്ചക്കത്തോരൻ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഇടിച്ചക്കത്തോരന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഇടിച്ചക്ക പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അധികം മൂത്തു പോവാത്ത ഇടിച്ചക്ക വേണം നമ്മൾ പറിച്ചെടുക്കാനായിട്ട്. ഇനി ഇതൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ പകുതി ഭാഗമാണ് ഇപ്പോൾ കറി വെക്കാൻ എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ കഷ്ണങ്ങളാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതൊന്ന് പകുതി വേവായി കിട്ടുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിനാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് വേവായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ എപ്പോഴും കുറച്ച് അധികം എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിതിലേക്ക് കുഞ്ഞുള്ളി ഒരു 7-8 എണ്ണം അതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക്. ഞാനിപ്പോൾ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട, ഈ ഒരു പാകത്തിന് എടുത്താൽ മതിയാകും. ഇപ്പം നമ്മുടെ ഇടിച്ചക്ക പാകത്തിന് വേവായിട്ടുണ്ട്. ഏകദേശം ഒരു പകുതിയോളം വേവായിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ പാകത്തിന് വെള്ളമാണ്. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് ഊറ്റിക്കളഞ്ഞാൽ മതിയാകും. അപ്പോൾ ഒരുപാടങ്ങ് വെന്ത് പോകരുത്. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുമ്പം ഏകദേശം ഒരു പകുതി ഭാഗത്തോളം മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ജസ്റ്റ് ഇതൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് റെഡിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാടങ്ങ് അരയ്ക്കണ്ട, 1-2 വട്ടം ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് ഈ ഒരു പാകത്തിന് റെഡിയാക്കി കിട്ടും. ഇനി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ അളവിൽ ഉഴുന്നും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഉഴുന്നൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും 4-5 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. ഈ 2 വറ്റൽമുളക് മുറിച്ചതും കുറച്ചേറെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത്തിരി ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് വേവായി കിട്ടണം. അപ്പം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതവിടെ ഇരുന്ന് വേവായി വരട്ടെ. ഏകദേശം ഒരു 5 മിനിറ്റോളം വെച്ച് കൊടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മുടെ ഇടിച്ചക്കത്തോരൻ പാകത്തിന് വേവായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളമൊക്കെ അധികം ഉണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ പാകത്തിനാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.